بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: يتعاقبون فيكم ملائكة بالليل وملائكة بالنهار ويجتمعون في صلاة الفجر وصلاة العصر ثم يعرج الذين باتوا فيكم فيسألهم وهو أعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون. മുസല്ലം പറഞ്ഞു, രാവും പകലും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അവർ സുബഹി നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലും നിങ്ങളോടൊപ്പം സമ്മേളിക്കും. പിന്നീട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ ഉപരിലോകത്തേക്ക് പോകുന്നു. അപ്പോൾ അവരോട് അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിനൊക്കെ അറിയാം, എന്നാലും ചോദിക്കും, നിങ്ങൾ പോരുമ്പോൾ എൻ്റെ ദാസന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അവർ പറയും, ഞങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവരെ വിട്ടു പോരുമ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നു. ഈ ഹദീസിനെ കുറിച്ച് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നത്, വിശ്വാസിയുടെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ നിത്യവും പകലിൻ്റെ അവസാനത്തോടെ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും എന്നാണ്. ആ ദിവസം അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ നിലക്കൊണ്ടവർക്ക് അവരുടെ ഭക്ഷ്യ രിസുക്കിൽ, അതായത് ഭക്ഷ്യവിഭവങ്ങളിലും അവരുടെ വരുമാന മാർഗങ്ങളിലൊക്കെ ബർക്കത്തുണ്ടാവും, വർധനവുണ്ടാവും. അതുകൊണ്ട് നിസ്കാരങ്ങളിൽ, പ്രത്യേകിച്ചും സുബ്ഹ് അസർ എന്നീ നിസ്കാരങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. ഇതേപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. തുഅറദു അഅ്മാലുൻ നാസി ഫീ കുല്ലി ജുമുഅത്തിൻ മറത്തൈനി യൗമുൽ ഇത്നൈൻ വയൗമുൽ ഖമീസ് ഫയൂഫർ ബികുല്ലി അബ്ദിൻ മുഅ്മിനിൻ ഇല്ലാ അബ്ദൻ ബൈനഹു വബൈന അഖീഹി ശഹന ഫയുഖാലു ഉത്റുകൂ ഹാദൈനി ഹത്താ യഫിഅ. മനുഷ്യരുടെ കർമ്മങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അള്ളാഹുവിങ്കൽ പ്രദർശിപ്പിക്കപ്പെടും. സത്യവിശ്വാസികളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെടും. എന്നാൽ 2 പേർക്കിടയിൽ വല്ല പിണക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയപ്പെടും, അവരെ മാറ്റി നിർത്തുക, അവരാ ബന്ധം നന്നാക്കുന്നത് വരെ. അതേപോലെ എല്ലാ വർഷവും ചെയ്യുന്ന കർമ്മങ്ങളും അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, മറ്റു മാസങ്ങളിൽ അനുഷ്ഠിക്കാത്ത അത്രയും നോമ്പുകൾ ശഅബാനിൽ താങ്കൾ അനുഷ്ഠിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക ശഹറുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിം. റജബിനും റമളാനും ഇടയിലുള്ള ആ മാസം പൊതുവെ ജനങ്ങൾ അതിൽ വിസ്മൃതരാണ്. റബ്ബിലേക്ക് കർമ്മങ്ങളൊക്കെ ഉയർത്തപ്പെടുന്നൊരു മാസമാണത്. അതായത് ഒരു കൊല്ലത്തെ കർമ്മങ്ങളൊക്കെ ഉയർത്തപ്പെടുന്ന മാസമാണത്. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾ നിത്യവും 2 പ്രാവശ്യം അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്നു. പിന്നീട് ആഴ്ചയിൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്നു. പിന്നെ വർഷത്തിൽ ഒരു മാസം, അതായത് ശഅബാൻ മാസത്തിലും ആ കർമ്മങ്ങളൊക്കെ ഉയർത്തപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ചില കമ്പനികളിലൊക്കെ തന്നെ ഡെയിലി റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ വീക്ക്ലി റിപ്പോർട്ട്, മന്ത്ലി റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് സത്യവിശ്വാസികളുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ഒക്കെ തന്നെ. അത് വളരെ കൃത്യമായി അതിനായി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ അതൊക്കെ രജിസ്റ്റർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൽ അവർ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിത്യേന എന്നോണം, ആഴ്ചയിലും മാസത്തിലും വർഷത്തിലൊക്കെ ആയിട്ടു. അപ്പോൾ ഈ റെക്കോർഡ് ബുക്ക് പരലോകത്ത് വെച്ച്
എത്തിച്ച് നൽകപ്പെടും. സത്യവിശ്വാസികൾക്ക് വലം കയ്യിലാണ് അത് നൽകപ്പെടുന്ന, സത്യനിഷേധികൾക്കാണെങ്കിൽ ഇടം കയ്യിലായിരിക്കും അത് നൽകപ്പെടുന്ന. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും അണുമണിത്തൂക്കം, ഒരു അണുവിൻ്റെ അത്ര തൂക്കം നന്മ പ്രവർത്തിച്ചാൽ അവനതവിടെ പരലോകത്ത് അവൻ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു അണുമണിത്തൂക്കം തിന്മ പ്രവർത്തിച്ചാലും അതവന് അവിടെ കാണാൻ കഴിയും. അത് ഒന്നും വിട്ടുപോകില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും വ്യാപൃതരാകുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.